നമസ്കാരം. സോണിയാഗാന്ധിയെ കുടുക്കി വി.ഡി. സതീശൻ. ഇന്ന് സഭയിൽ നടന്നത് നാടകീയ സംഭവങ്ങളാണ്. ഭരണപക്ഷത്തിന്റെ ഒരു തീപ്പൊരി പെർഫോമൻസ്, ഒരു ആഞ്ഞടിക്കൽ ഇന്ന് കാണാനിടയായി. പോറ്റിയെ കെറ്റിയതാരപ്പ, കോൺഗ്രസുകാരാണ് അയ്യപ്പ, സ്വർണം കട്ടവനാരപ്പ, കോൺഗ്രസുകാരാണ് അയ്യപ്പ എന്ന് ഭരണപക്ഷത്തെ എം.എൽ.എമാർ പാടിയത് നമ്മുടെ വി.ഡി. സതീശന്റെയും പ്രതിപക്ഷ എം.എൽ.എമാരുടെയും ഇറങ്ങിപ്പോക്ക് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ചർച്ചകൾക്ക് തയ്യാറാകാതെ ഞങ്ങൾ ഒളിച്ചോടുകയാണ്, ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിപ്പിച്ചു കളഞ്ഞു നമ്മുടെ പ്രതിപക്ഷം ഇന്ന് സഭയിൽ. സതീശൻ സോണിയാഗാന്ധിയെ കുടുക്കിയപ്പോൾ സംഭവിച്ചത് എന്താണ്? വിശദമായി തന്നെ നമുക്കൊന്ന് വാർത്ത നോക്കാം. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിൽ ചർച്ചകൾക്ക് തയ്യാറാകാതെ പ്രതിപക്ഷം ബഹളം വെച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന ബ്രേക്കിംഗ് ന്യൂസുകൾ മാധ്യമങ്ങളിൽ വരികയാണ്. എന്താണ് അതിനുള്ള കാരണം എന്ന് ഈ നുണ ലോകം ചുറ്റുന്നതിന് മുമ്പ് നമുക്കൊന്ന് പരിശോധിക്കട്ടെ. സ്വർണ്ണക്കടത്ത് കേസ്, അതായത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസ്, രാഹുൽ മാങ്കുടുത്ത എം.എൽ.എക്കെതിരെയുള്ള പീഡന കേസ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ മറുപടി ഇല്ലാത്തതിനാലാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സഭാ നടപടികളൊക്കെ തടസ്സപ്പെടുത്തി, സഭ പ്രക്ഷുബ്ധമാക്കി, അലങ്കോലപ്പെടുത്തി ഇറങ്ങി ഓടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെയാണ് പ്രതിപക്ഷം ഈ കണ്ട ബഹളം മുഴുവൻ ഉണ്ടാക്കിയതെന്നുള്ള വസ്തുതകൾ കൂടി പുറത്തു വരികയാണ്. പ്രതിപക്ഷത്തിന്റെ നടപടികളെ നേരിടാൻ ഭരണപക്ഷം സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന പാരഡി ഗാനം ഇന്ന് ഉപയോഗിക്കുന്ന കാഴ്ചയും സഭയിൽ കണ്ടു. സോണിയാഗാന്ധിയുടെ വസതിയിൽ സ്വർണമുണ്ടെന്നും അത് റെയ്ഡ് ചെയ്യണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സഭയിൽ സതീശന്റെ മുഖത്ത് നോക്കി ആഞ്ഞടിച്ചു. സ്വർണം കട്ടത് ആരെന്ന ചോദ്യത്തിന് UDF കൺവീനർ അടൂർ പ്രകാശിനോടോ ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വീട്ടിലോ പോയി ഉത്തരം തേടണമെന്നും മന്ത്രി MB രാജേഷ് പരിഹസിച്ചു. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഒറ്റ ചിത്രത്തിൽ കാണാമെന്നും ഒക്കെ ഇന്ന് MB രാജേഷ് പറഞ്ഞു. സഭ കഴിഞ്ഞ ശേഷം ഇന്ന് മീഡിയ റൂമിൽ MB രാജേഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഈ ഭാഗം നമുക്കൊന്ന് കാണാം. നോട്ടീസ് കൊണ്ടുവരാൻ പോലും ആത്മവിശ്വാസമില്ല, കോടതിയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞ് സർക്കാർ തള്ളിയില്ലെങ്കിലോ എന്ന ഭയമുണ്ടായ നോട്ടീസിന് പോലും വേണ്ടതാണ്. UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനുള്ള അന്വേഷണത്തെയും പ്രത്യേക അന്വേഷണ സംഘത്തെയും, അതായത് SITയെയും അധിക്ഷേപിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി ലഭിച്ചതായും ഒക്കെ ഇന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിനിടയിൽ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ഭയപ്പെടുകയാണെന്നായിരുന്നു ഇന്ന് KK ശൈലജ ടീച്ചറുടെ പ്രതികരണം. ചർച്ച നടന്നാൽ വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയത്തിലാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും ശൈലജ ടീച്ചർ ഇന്ന് ആരോപിച്ചു. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷമല്ല, എന്നാൽ കുറ്റം ചെയ്തപ്പോൾ അയാളെ ജയിലിലാക്കിയത് ഇടതുപക്ഷമാണെന്ന് മാധ്യമങ്ങളോട് ശൈലജ ടീച്ചർ പറഞ്ഞു. സാധാരണക്കാർക്ക് പ്രവേശനം ലഭിക്കാൻ പ്രയാസമുള്ളയിടത്ത് സോണിയാഗാന്ധിയോടൊപ്പം പോറ്റിയും സ്വർണം വാങ്ങിയ ആളും നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിക്ക് ബ്രേസ്ലെറ്റ് അണിയിച്ചു നൽകുന്ന തരത്തിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മിണ്ടാത്തതെന്നും ഒക്കെ ഇന്ന് ശൈലജ ടീച്ചർ ചോദിച്ചു. ഇത് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ സോണിയാഗാന്ധിയും ഈ വിഷയത്തിലൊന്നും മുണ്ടുന്നില്ല, നമ്മുടെ സതീശനും ഈ വിഷയത്തിലൊന്നും മുണ്ടുന്നുമില്ല. ഇനിയിപ്പോ ഈ വിഷയം എടുത്ത് നമുക്ക് സഭയിലൊന്ന് ചർച്ച ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇല്ലപ്പാ എന്ന് പറഞ്ഞ് ഓട്ടത്തോട് ഓട്ടമാണ്. അതേസമയം സഭയിൽ നിന്ന് ഓടിയ സതീശനെ സഭാ കോമ്പൗണ്ടിൽ നിന്നും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശേഷം ശബരിമല കേസിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഒളിച്ചോടിയെന്നാണല്ലോ കേൾക്കുന്നത്. സ്വർണം കട്ടവർ സഖാക്കളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാതിരുന്നത്, എന്തേ ചർച്ചയ്ക്ക് ശ്രമിക്കാതിരുന്നത് എന്നൊക്കെ ഒരു മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് നമ്മുടെ വി.ഡി. സതീശന്റെ ഉത്തരം നമുക്കൊന്ന് കാണാം. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം. മന്ത്രി വാസവൻ രാജിവെക്കണം. ഈ 2 ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നോട്ടീസ് കൊടുത്താൽ അനുമതി കിട്ടുമെന്നും സത്യം പുറത്തു വരുമെന്നും സഖാക്കളല്ല കോൺഗ്രസ് ആണ് പ്രതിക്കൂട്ടിലാകുന്നതെന്നും ഒക്കെ സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് ബഹളമുണ്ടാക്കി ഇവിടെ വന്ന് കോടിന് മുമ്പിൽ എന്തു പറഞ്ഞാലും അവരിൽ പലരും പഞ്ചപുച്ഛമടക്കിയത് കനകോലുവിന്റെ കുറെ ടീമുകളുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി സതീശൻ ജയിച്ചേ കീ ജയ് എന്ന മട്ടിൽ വാർത്ത കൊടുക്കുമെന്ന് അയാൾക്കറിയാം. ഇറങ്ങാൻ കുറച്ചുകൂടെ വൈകിയിരുന്നുവെങ്കിൽ MB രാജേഷും സംഘവും, അതായത് ഭരണപക്ഷം സോണിയാഗാന്ധിയെയും സതീശനെയും അടിച്ച് ഏറിൽ കയറ്റിയാണ്. NDTVയിലൊക്കെ PR വർക്കൊക്കെ ചെയ്ത് ഒരു വിധത്തിൽ ഇല്ലാത്ത ഇമേജ് ഒക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് ഓരോരുത്തർ പാടിയും വരെയാണ് മനുഷ്യരെ ടെൻഷൻ അടിപ്പിക്കാൻ. വരൂ ചർച്ച ചെയ്യാം സതീശപ്പാന്ന്, നമ്മളെ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുകയാണ്, നമ്മൾ പോകുമോ അല്ലേ സതീശ? കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട്. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു. കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ്. ഈ 3 പേർക്കെതിരായി, ജയിലിൽ കിടക്കുന്ന 3 പേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം
എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അവര് കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ്. ആ ഭയം കൊണ്ടാണ് അവര് ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത്. സ്വർണ്ണക്കൊള്ള CPM നേതൃത്വം അറിഞ്ഞിട്ടുണ്ട്. ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ 24-ലും 25-ലും നടത്തിയ ശ്രമമാണ്. അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം. ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്തേ ഇതൊന്നും സഭയ്ക്ക് അകത്ത് പറഞ്ഞില്ല സതീശൻ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുമ്മാ ആലോചിച്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഭരണത്തിലെത്താൻ ഇയാൾ കള്ളം പറയുകയാണ്, കല്ലുവെച്ച് നുണ പറയുകയാണെന്ന്. ഞങ്ങളിപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ള തെളിവുകളുണ്ട്. SITയുടെ കയ്യിൽ തെളിവുണ്ട്. മനസ്സിലായില്ലേ? തെളിവുണ്ടെന്ന് VD സതീശൻ തന്നെ പറയുന്നു. എന്നാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത് ഈ വിഷയത്തിൽ ചർച്ച നടത്തി ഇതൊക്കെ ആ സഭയ്ക്ക് മുമ്പിൽ അങ്ങ് കാണിച്ചുകൂടെ? അതൊക്കെ സഭാരേഖകളിലും വരുമല്ലോ. എന്തേ സഭയിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകാത്തത്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. എന്റെ പൊന്നോ, നിങ്ങളാരും ചിരിക്കരുത്. അതിന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൽകിയ ഒരു വലിയൊരു പ്രതികരണമുണ്ട്. അതൊന്ന് കേൾക്കേണ്ട പ്രതികരണം തന്നെയാണ്. സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ. സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞാണ്. എല്ലാ ദിവസവും എന്തിനാ ചർച്ച? മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. രാജി. കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ അത് കടത്തിയ സ്വർണം വാങ്ങിയ ബല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ, ഇവരൊക്കെയായി സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധം? ഹേ, അത് ജനങ്ങൾക്ക് അറിയണ്ടേ? ഹേ, സോണിയാഗാന്ധിയെ പറ്റി പറയുമ്പോൾ സതീശൻ എന്താ ഇത്രയ്ക്ക് പൊള്ളല്? ഹേ, അതുകൊണ്ട് എന്താ കാര്യം? എത്രയോ ആളുകൾ പോകുന്നു. അന്നായാലും കൊള്ളക്കാരനാണോ? ആർക്ക് വേണമെങ്കിലും പോവാലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും പോവാലോ. അന്ന് അയാൾ ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടിട്ടുള്ള ആളല്ലല്ലോ. ആർക്കെങ്കിലും അറിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താണിന്ന് മന്ത്രി MP രാജേഷും V ശിവൻകുട്ടി പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാര് സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ് സ്വർണ്ണക്കേസ്. മടിയിൽ കനമുള്ളവര് വഴിയിൽ പേടിക്കണം അല്ലേ? പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവിന് പ്രതിയായാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിയുമോ സക്കീർ ബായിക്ക് എന്ന് ചില ചോദ്യങ്ങളൊക്കെ UDF നോക്കി ചോദിക്കാൻ തോന്നുന്നുണ്ട്. UDF ഭരണ സമയത്തായിരുന്നുവെങ്കിൽ മുട്ടുവിറക്കുമായിരുന്നു നമ്മുടെ തന്ത്രിനെ അകത്താക്കുന്ന കേസിൽ. ഈ അന്വേഷണം എന്നേ ആവിയായി പോകുമായിരുന്നു. എന്നാൽ അയ്യപ്പന്റെ മുതൽ കട്ടവൻ ഏത് തന്ത്രിയായാലും മന്ത്രിയായാലും അവന്റെ മാളത്തിൽ പോയി പൊക്കാൻ ഈ സർക്കാരിന് ഒരു ഭയവുമില്ലെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പിണറായി വിജയന്റെ സർക്കാർ. പിന്നെ പത്മകുമാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. പത്മകുമാർ അടക്കമുള്ളവർക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. അവർക്ക് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് CPM. അതെന്താണ്? ഒന്നും ഒളിപ്പിക്കാനില്ലാത്തത് കൊണ്ടാണ്. ഈ കണക്കിനാണ് പോക്കെങ്കിൽ വനവാസം മാത്രമല്ല സതീശ, തിരഞ്ഞെടുപ്പിൽ മതവും വിശ്വാസവും ഒക്കെ ചർച്ച ചെയ്ത് ആളുകളെയൊക്കെ തമ്മിലടിപ്പിച്ച് സതീശൻ അവസാനം സംഖ്യകളെക്കാൾ വലിയ സംഖ്യയായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ എത്ര തവണ ചോദ്യം ചെയ്തു. ഇനിയും ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. സതീശനാകട്ടെ സോണിയാഗാന്ധിക്കും ശബരിമല കള്ളന്മാർക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോ അവിടെ നിന്ന് എസ്കേപ്പ് ആവും, U-turn അടിക്കും. എന്ത് പറഞ്ഞാലും അത് വിഡിത്തത്തിൽ ചെന്ന് അവസാനിക്കുന്നവനെയാണോ VD സതീശൻ എന്ന് വിളിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.